ബൈജു രവീന്ദ്രൻ ഈ കാലഘട്ടത്തിൽ ഓരോ മലയാളികളെയും ഇൻസ്പയർ ചെയ്യുന്ന പേരാണിത്. ലുലു, യൂസഫ് അലിയും മറ്റും 30-40 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത വെൽത്ത് വെറും 8-10 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത മലയാളി. നിലവിൽ ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം $1.91 ബില്യൺ, അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 14,500 കോടി രൂപയുടെ ആസ്തിയാണ് ബൈജു രവീന്ദ്രനുള്ളത്. ഒരുപക്ഷെ ഒരു മലയാളി സംരംഭകന് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്യുക എന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഏകദേശം 1000 കോടിയിലധികം രൂപ മുടക്കിയാണ് ബൈജുവിന്റെ ബൈജൂസ് ആപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്യുവാനുള്ള അവകാശം സ്വന്തമാക്കിയത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ മുൻനിരയിലേക്ക് ഉയർത്തപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന വ്യക്തിയാണ് ബൈജു രവീന്ദ്രൻ. ബൈജു രവീന്ദ്രന്റെ ജീവിതം നമുക്ക് നിരവധി പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. Once again, welcome back to the Thommichan Tips, powered by Diaz Academy. My name is Primson. Thommichan Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ബൈജു രവീന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, നമ്മുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തി അത് പിന്തുടരുക എന്നതാണ്. ബൈജു രവീന്ദ്രന്റെ ജീവചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറുപ്പം മുതലേ കണക്കിനോട് വലിയ അഭിനിവേശമായിരുന്നു ബൈജു രവീന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ചെറുപ്പത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഹോബി ട്രെയിൻ ഓരോ ഇലക്ട്രിക് പോസ്റ്റും കവർ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം വെച്ചുകൊണ്ട് ട്രെയിനിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. ഈ തരത്തിൽ കണക്കിനോട് വലിയ അഭിനിവേശമായിരുന്നു ബൈജു രവീന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ഇവിടെ എടുത്തു പറയേണ്ട 2 വ്യക്തിത്വങ്ങളാണ് ബൈജുവിന്റെ മാതാവും പിതാവും. ഇവർ രണ്ടുപേരും തന്നെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു. സാധാരണ രീതിയിൽ മലയാളി മാതാപിതാക്കളിൽ കാണുന്നത് പോലെ തങ്ങളുടെ ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കളായിരുന്നില്ല ഇവർ. അതിനു പകരം മക്കളുടെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണോ എന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളായിരുന്നു ഇവർ. ഈ മാതാപിതാക്കൾ നൽകിയ ഫ്രീഡമാണ് തനിക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാനും ഈ തരത്തിൽ വളരുവാനും ഉത്തേജനം നൽകിയതെന്ന് ബൈജു രവീന്ദ്രൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രിയ മാതാപിതാക്കളെ, നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മക്കളിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മക്കളും പാഷനെ പിന്തുടരുന്ന വലിയ വിജയങ്ങൾ കൈവരിക്കുന്ന വ്യക്തിത്വങ്ങളായി വളരട്ടെ. അതിനുവേണ്ട സാഹചര്യങ്ങൾ നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല നിമിത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നിമിത്തങ്ങൾ ഏറ്റവും ഫലപ്രദമായി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തരത്തിലുള്ള നിമിത്തങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് ബൈജു രവീന്ദ്രൻ. ബൈജു രവീന്ദ്രന്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ഒരു മൾട്ടിനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ഉന്നത പദവിയിലിരിക്കുമ്പോൾ വെക്കേഷന് വേണ്ടി ബാംഗ്ലൂർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സഹായിക്കുവാൻ വേണ്ടിയാണ് കാറ്റ് പ്രിപ്പയറിംഗ് എക്സാമിന്റെ കോച്ചിങ് ഇദ്ദേഹം എടുക്കുവാൻ തുടങ്ങിയത്. ഒരു ഹോബി എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഒരു മിക്കവരും തന്നെ ഈ കാറ്റ് എക്സാം പാസ്സാവുകയുണ്ടായി. എന്നത് മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ ഈ ക്ലാസ്സുകളെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെയാണ് ബൈജുവിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ടീച്ചിങ് എന്ന ആ കഴിവ് പൂർണ്ണതോതിൽ കണ്ടെത്തുവാൻ ബൈജുവിന് സാധിച്ചത്. തുടർന്ന് സുരക്ഷിതമായ ജോലി രാജിവെച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൈവറ്റ് കോച്ചിങ് എന്ന പ്രൊഫഷൻ ബൈജു തിരഞ്ഞെടുക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ബൈജുവിന്റെ ക്ലാസ്സുകളെല്ലാം മെട്രോ നഗരങ്ങളിലെല്ലാം വളരെ പോപ്പുലറായി. വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങിയ ബൈജുവിന്റെ ക്ലാസ്സുകളിൽ നിന്ന് ഹാളുകളിലേക്കും, ഹാളുകളിൽ നിന്ന് ഓഡിറ്റോറിയങ്ങളിലേക്കും, ഓഡിറ്റോറിയങ്ങളിൽ നിന്ന് വലിയ ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ വരെ ബൈജുവിന്റെ ക്ലാസ്സുകൾ എത്തിച്ചേർന്നു. ബൈജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലുള്ള പല നിമിത്തങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ നിമിത്തങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് പലർക്കും സാധിക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു നിമിത്തം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2007 മുതൽ ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എന്നാൽ 2017 വരെ നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിലുള്ള ഏതൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ പോലെ സാധാരണ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ മാത്രമായിരുന്നു ഞാൻ. എന്നാൽ 2017 മുതൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അതെന്റെ പ്രൊഫഷണൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് വലിയ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല നിമിത്തങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ നിമിത്തങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ നിമിത്തങ്ങളെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ബൈജു രവീന്ദ്രനെ പോലെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. ബൈജു രവീന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം വലുതായും വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം എന്നതാണ്. ബൈജു രവീന്ദ്രന്റെ ക്ലാസ്സുകൾ വളരെ പോപ്പുലർ ആയതിനാൽ എല്ലാ ആഴ്ചകളിൽ എന്നോളം ഇന്ത്യയിലെ മെട്രോ സിറ്റികളിലെല്ലാം പറന്നു നടന്ന് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബൈജു എത്തിച്ചേർന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ സമയത്തിന്റെ ലിമിറ്റേഷനും അതോടൊപ്പം തന്നെ ഒരു ക്ലാസ്സിൽ ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്ന സ്റ്റുഡൻസിന്റെ ലിമിറ്റേഷനും ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ 2011 എന്തുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം ആർക്കും എവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ മൊബൈൽ ആപ്പിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നൊരു ചിന്തയിൽ നിന്ന് ബൈജൂസ് ലേണിംഗ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ഇന്ത്യയിൽ ആരും ചിന്തിക്കാത്ത വലിയൊരു കാര്യമാണ് ബൈജു അന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് ലോക ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട വലിയ ചരിത്രമാണ് ബൈജൂസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് ആപ്പാണ് ബൈജൂസ് ആപ്പ്. 50 മില്യണിലധികം സ്റ്റുഡൻസ് ആണ് ബൈജൂസ് ആപ്പിനെ ആശ്രയിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വലുതായി ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ബൈജു രവീന്ദ്രന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ് ഇന്ന ദിവസത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പാഷൻ എന്താണോ അത് കണ്ടെത്തി അത് ഫോളോ ചെയ്യുക എന്നത്. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല നിമിത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ നിമിത്തങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നത്. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വലുതായി ചിന്തിക്കുവാനും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനും നമുക്ക് സാധിക്കണം എന്നതാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ താങ്കൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡയസ് ഇ പോർട്ടൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും അയച്ചാല വന്ന ഒരു ഓൺലൈൻ ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഈ തരത്തിലുള്ള വീഡിയോകൾ കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.